കൊച്ചിയിൽ സിപിഒയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം എസ്ഐ കെ ബൈജുവിന് കുരുക്കായി ഫോൺ സംഭാഷണം. ബൈജുവിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ സ്വദേശിയായ യുവാവുമായുള്ള ഫോൺ സംഭാഷണമാണ് മീഡിയ വൺ പുറത്തുവിട്ടത്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന സിപിഒയുടെ പരാതിയിൽ സസ്പെൻഷനിലാണ് കെ ബൈജു. തനിക്കെതിരെ വ്യാജ കേസെടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കെ ബൈജുവിനെതിരെയുള്ള യുവാവിന്റെ പരാതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും തട്ടിയെന്നും കാട്ടി 2023 ഡിസംബറിലാണ് യുവാവിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് 2024 മാർച്ച് 3 യുവാവ് DGPക്ക് അടക്കം പരാതിയും നൽകി. യുവാവിന്റെ ആരോപണം ശരിവെക്കും വിധമാണ് ഫോൺ സംഭാഷണവും. മനസ്സിലായി, നമ്മളങ്ങോട്ട് വിളിക്കാൻ നിന്നിട്ടൊന്നുമില്ല. നിനക്ക് തരാനുള്ള പൈസ നീ പറയാൻ നിൽക്കണ്ടേ? എത്രയും പെട്ടെന്ന് ഊരിക്കൊണ്ട് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ സർക്കാർ ജോലിക്കാരനാണോ അല്ലെങ്കിൽ നീ അല്ലാത്തവനാണെങ്കിൽ വിഷയമില്ല. ഗോൾഡായിട്ടൊന്നും അല്ലെങ്കിൽ അവർ വേറെ പരാതി എടുത്താൽ നിനക്ക് റിപ്പോർട്ട് വെക്കാനുള്ള കാര്യം പറഞ്ഞുതരാം. സിപിഒയുടെ പരാതിയിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ സ്പാ സെന്റർ ജീവനക്കാരി രമ്യ, നടത്തിപ്പുകാരൻ ഷിഹാം എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതിയായ ബൈജു ഒളിവിലെന്നാണ് വിവരം. മാലമോഷണ പരാതിയുണ്ടെന്നും സ്പാ സെന്ററിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തെന്നുമാണ് സിപിഒയുടെ പരാതി. വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.